ചെറിയൊരു പണി കിട്ടിട്ടോ. ജോതാപ്പടി ചെരുപ്പില് മൊത്തം ഉറുമ്പ് കേറിയിട്ട് അത് മൊത്തം ഇതും കൊട്ടിക്കളയാട്ടോ. കട്ടുറുമ്പാണ്. നല്ല കടിക്കണ ഉറുമ്പായിരുന്നേ. അപ്പൊ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതേ ഒരു നല്ല ഭംഗിയുള്ള ഒരു പാർക്കിലേക്കാണ് ട്ടോ. അപ്പൊ ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുപോവാണ്. ഇതിനൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് ട്ടോ. നോർമല് സിറ്റിയിൽ കാണുന്ന പാർക്കുകളില് തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ട്ടോ. വേണമെങ്കിൽ ഇതൊരു ഇട ദിവസം കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഒത്തിരി ഏരിയ ഉള്ള ഒരു പാർക്കായിരുന്നേ. നമ്മുടെ കൊച്ചിയിൽ കുറെ പാർക്കുകൾ ഉണ്ടെങ്കിലും ഇപ്പോഴും കൺജസ്റ്റഡും പിന്നെ മൊത്തം വണ്ടികളുടെ ബഹളമായിരിക്കില്ലേ. പക്ഷെ ഇത് ജോതാപ്പയ്ക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റി. മുൻപ് ജോതാപ്പയുടെ ചെറുപ്പത്തിലെ പാർക്കിൽ വെച്ച് എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം പറയാട്ടോ. ജോതാപ്പ ഇതേപോലെ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലിൽ ജസ്റ്റ് കയറി സീറ്റിൽ ഇരുന്ന ഭാവത്തില് ഒരു കൊച്ച് എവിടെന്നോ ഓടി വന്നു ട്ടോ. ഒരു 8 വയസ്സുകാരി ആയിരിക്കും. ജോതാപ്പി ചെറുതാണ്. ഒരു 1 1/2 വയസ്സൊക്കെ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ആ ഊഞ്ഞാലെ പിടിച്ചോണ്ട് നിൽക്കണതിന്റെ ഇടയിലാണ് ട്ടോ ഈ കുട്ടി ഓടി വന്ന് കയറിയിരുന്നത്. കുഞ്ഞു ജോതാപ്പിനെ ഉന്തി മാറ്റിയിട്ടാട്ടോ ഈ കുഞ്ഞു ഇരുന്നത്. പക്ഷെ എനിക്കപ്പൊ ഒന്നും ചെയ്യാണ്ട് നിസ്സഹാവസ്ഥയിൽ ഞാൻ നോക്കി നിൽക്കുവായിരുന്നു. കുഞ്ഞത്രയും വാശി പിടിച്ച് വളരെ ബലത്തോടെ എന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിയിട്ടാട്ടോ അവൾ ഊഞ്ഞാലയിൽ കയറിയിരുന്നത്. എനിക്ക് പക്ഷേ സർപ്രൈസ്ഡ് ആയിട്ട് തോന്നി ആ കുഞ്ഞിന്റെ അമ്മയുടെ പെർഫോമൻസിലായിരുന്നു ട്ടോ. ഒന്നും മൈൻഡ് ചെയ്യാതെ അവള് ഫോണ് നോക്കി ആ കുട്ടീനെ ആട്ടിക്കൊണ്ടിരുന്നു ട്ടോ. ഈ ലേഡിയും കുഞ്ഞും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മള് മക്കളെ തിരുത്തണ്ടേ. ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മോളെ അവിടുന്ന് മാറ്റിയിട്ട് അത് കുഞ്ഞു വാവയല്ലേ കുഞ്ഞിരിക്കട്ടെ എന്ന് പറയുള്ളായിരുന്നു ട്ടോ. എത്ര ബാഡ് പാരന്റിംഗ് നമ്മളുടെ മുൻപിലുണ്ടല്ലേ.